Hello dear students, welcome back to franklinslectures. Yes, അപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ S1 സീരീസ് 1 എങ്ങനെ നമുക്ക് തയ്യാറെടുക്കാം അല്ലേ? എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലുള്ള സംശയമായിരിക്കും. കാരണം S1 ആണ്, ഫസ്റ്റ് സെമസ്റ്റർ ആണ്, നിങ്ങൾക്ക് യാതൊരു ഐഡിയ ഇല്ല എഞ്ചിനീയറിംഗിനെ കുറിച്ചും അതിന്റെ എക്സാമിനെ കുറിച്ചും. അപ്പൊ ആദ്യമായി നിങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജിൽ ചെന്നിട്ട് എഴുതാൻ പോകുന്ന ഇമ്പോർട്ടന്റ് എക്സാം ആണ് നമ്മുടെ S1 സീരീസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് സീരീസ് എന്ന് പറയുന്നത്. സോ ഇതിന് എങ്ങനെ തയ്യാറെടുക്കാം? ഇനി ദിവസങ്ങൾ അധികം ഇല്ല. ആ ദിവസങ്ങൾ എങ്ങനെ കറക്റ്റ് ആയിട്ട് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്ത് പഠിക്കുക എന്നാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഓക്കെ, മക്കളെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒക്ടോബർ 28-നാണ് മിക്ക കോളേജിലും എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ചില കോളേജിൽ നമ്പർ 1 ആണ്. നവംബർ 4-ന് മുൻപ് എക്സാം തീർത്തിരിക്കണം എന്നാണ് യൂണിവേഴ്സിറ്റിയുടെ സർക്കുലറിൽ ഉള്ളത്. അപ്പോൾ ഒക്ടോബർ 28 വെച്ച് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഒക്ടോബർ 28-നാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാവോ, 2 മണിക്കൂറിന്റെ എക്സാം ആണ്, 40 മാർക്കാണ് ഉണ്ടാവുക. ഓക്കെ, എല്ലാ സബ്ജക്റ്റിന്റെയും എക്സാം ടൈം എന്ന് പറയുന്നത് 2 hours ആണ്, 40 മാർക്കാണ് ഉണ്ടാവുക. ഡെയിലി എക്സാം ആയിരിക്കും കേട്ടോ, ഡെയിലി എക്സാം ആയിരിക്കും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്ത്? നോ ഗ്യാപ്പ് ഇൻ ബിറ്റ്വീൻ. ഓക്കെ, ഗ്യാപ്പ് ഇല്ല. ഓക്കെ, എക്സാമിന്റെ സമയത്ത് ഗ്യാപ്പ് ഇല്ല. എല്ലാ ദിവസവും നിങ്ങൾക്ക് എന്തുണ്ട്? എക്സാം ഉണ്ട്. ഓക്കെ, ഇനി ഇപ്പോ 28-ാം തീയതിയാണ് എക്സാം. നിങ്ങൾ ഇപ്പോൾ മുതൽ തുടങ്ങുവാണെങ്കിൽ ഇനി നിങ്ങൾക്ക് 6 ദിവസവും 7 മണിക്കൂറുണ്ട്. ഇന്നത്തെ ഒരു 7 മണിക്കൂറും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 6 ദിവസവും 7 മണിക്കൂറുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കുക, ഞാൻ ഓൾറെഡി പറഞ്ഞു ഡെയിലി എക്സാം ആണെന്ന്. അപ്പോ ഒരു ദിവസം ഒരു എക്സാം, അല്ലെങ്കിൽ ഒരു ദിവസം 2 എക്സാം വരെ സംഭവിച്ചേക്കാം. ഓക്കെ, ചില കോളേജിൽ ടൈം ടേബിൾ വന്നിട്ടുണ്ട്, ചില കോളേജിൽ ടൈം ടേബിൾ തന്നിട്ടില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം 2 എക്സാം ഉണ്ടാവും കേട്ടോ, രാവിലെയും ഉച്ചയ്ക്ക് ശേഷവും. ഓക്കെ, ചില കുട്ടികൾക്ക് ഒരു ദിവസം ഒരു എക്സാം ആയിരിക്കും. അത് ബേസ്ഡ് അപ്പോൺ യുവർ ലക്ക്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, നമുക്ക് 4 ഗ്രൂപ്പുകളാണ് ഉള്ളത് അല്ലേ? ABCD, ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി, ഗ്രൂപ്പ് ഡി. ഓക്കെ, അപ്പൊ നിങ്ങൾ കോമൺ ആയിട്ട് ഈ ഒരു 3 സബ്ജക്ട് പഠിക്കാനുണ്ട്. ഒന്ന് മാത്സ്, മറ്റേത് ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി, പിന്നെ ഒന്ന് പൈത്തൺ. ഓക്കെ, അത് ഓരോ ഗ്രൂപ്പിന് വ്യത്യാസമായിരിക്കും. സോ ഈ 4 സബ്ജക്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാനുണ്ട്. ഓക്കെ, മാത്സ് എന്ന് പറയുമ്പോൾ മാത്സ് ഫോർ ഇൻഫർമേഷൻ സയൻസ്, മാത്സ് ഫോർ ഫിസിക്കൽ സയൻസ്, മാത്സ് ഫോർ ലൈഫ് സയൻസ്, മാത്സ് ഫോർ ഇലക്ട്രിക്കൽ സയൻസ് എന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു 3 സബ്ജക്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഈ എക്കാർക്കും ബിക്കാർക്കും ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് സബ്ജക്ട് ഉണ്ട്. ഇനി ഗ്രൂപ്പ് സിക്കാർക്കാണെങ്കിലോ ഇൻട്രൊഡക്ഷൻ ടു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗ്, പിന്നെ അതേപോലെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഉണ്ട്. ഇനി ഗ്രൂപ്പ് ഡിക്കാണെങ്കിലോ ബയോടെക്നോളജിയും ഫുഡ് ടെക്നോളജിക്കാർക്കാണെങ്കിൽ ഫുഡ് ടെക്നോളജി. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ 5 സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് S1-ൽ ഫസ്റ്റ് സീരീസിലുള്ളത്. ദാറ്റ് മീൻസ് ലൈഫ് സ്കിൽ ആൻഡ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷനും ഹെൽത്ത് ആൻഡ് വെൽനെസ്സും എക്സാമിന് ഇല്ല. ഓക്കെ, സോ ഈ 5 സബ്ജക്റ്റുകളാണ് നമുക്ക് വളരെ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് ഈ ഒരു ദിവസങ്ങളിൽ. ഈ 6 ദിവസം 7 മണിക്കൂർ കൊണ്ട് നമുക്ക് പഠിച്ചു തീർക്കാനുള്ളത് 5 സബ്ജക്റ്റുകളാണ്. ഓക്കെ, ശ്രദ്ധിക്കുക, ഈ എക്സാമിന് മിനിമം നിങ്ങൾക്ക് 2 മൊഡ്യൂൾസ് എങ്കിലും ഉണ്ടാവും. മിനിമം അല്ല, ഒരു മാക്സിമം നമുക്ക് പറയാം 2 മൊഡ്യൂൾസ് എങ്കിലും ഉണ്ടാവും. ഓക്കെ, ചില കോളേജിൽ പഠിപ്പിക്കുന്ന അനുസരിച്ചാണ്, ചിലപ്പോൾ 1 മൊഡ്യൂളോ ചിലപ്പോൾ 1.5 വരെ ഉണ്ടാവാം. മാക്സിമം ഒരു 2 മൊഡ്യൂൾസ് ആണ് ഈ ഒരു എക്സാമിന് ഉണ്ടാവുക. അതെന്ന് പറയുന്നത് ലൈക്ക് ദിസ് കോമ്പിനേഷൻ ആയിരിക്കും. ചിലപ്പോൾ 1ഉം 2ഉം ആയിരിക്കാം, ഇല്ലെങ്കിൽ 1ഉം 3ഉം ആയിരിക്കാം, ഇല്ലെങ്കിൽ 1ഉം 4ഉം ആയിരിക്കാം, അല്ലെങ്കിൽ 2ഉം 3ഉം ആയിരിക്കാം, ഓർ 2ഉം 4ഉം ആയിരിക്കാം, അല്ലെങ്കിൽ 3ഉം 4ഉം ആയിരിക്കാം. അത് എങ്ങനെയാണോ നിങ്ങളുടെ കോളേജിൽ പഠിപ്പിച്ചിരിക്കുന്നത് അത് ബേസ്ഡ് ആയിട്ടായിരിക്കും എക്സാം നടക്കുക. ടാർഗറ്റ് എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. എന്താ? 40-ന് 40, 40 ഔട്ട് ഓഫ് 40 മാർക്സ്. നമുക്ക് 1 മാർക്കോ 1/2 മാർക്കോ കുറച്ച് പറയാൻ കഴിയില്ല. ജസ്റ്റ് പാസ് മാർക്ക് നമുക്ക് വേണ്ട, നമുക്ക് 40-ൽ 40 മാർക്ക് വേണം. അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഇത്രയും 6 ദിവസം 7 മണിക്കൂർ കൊണ്ട് നമുക്ക് 40-ന് 40 അടിച്ചെടുക്കാൻ പറ്റുമോ നിങ്ങൾ വിചാരിക്കും? പറ്റും. അതിനുള്ള വ്യക്തമായ പ്ലാനാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ശ്രദ്ധിക്കുക, ഒരു ദിവസം നിങ്ങൾ 8 മണിക്കൂർ പഠിക്കാനായിട്ട് ഉപയോഗിക്കണം. ഈ 8 മണിക്കൂർ എന്ന് പറയുന്നത് നമുക്കറിയാം എത്രത്തോളം ഒരു ഒരു ചുരുങ്ങിയ ടൈമാണ്. പക്ഷേ നിങ്ങൾക്ക് കോളേജിലും പോകണം. സോ നിങ്ങൾക്ക് ഏർലി മോർണിംഗും കുറച്ചൊന്ന് ലേറ്റ് നൈറ്റ് കൂടെ ചേർന്നാലേ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോ ഇതുവരെ ചില കുട്ടികൾ പഠിച്ചെടുത്ത് വന്നിട്ടുണ്ടാവും, ചിലപ്പോൾ 1 മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്ത കുട്ടികൾ ഉണ്ടാവും. ഇപ്പൊ ഞാൻ പറയുന്നത് മെജോറിറ്റി കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, തുടങ്ങിയിട്ട് പോലും ഉണ്ടാവില്ല. ഓക്കെ, പക്ഷെ നിങ്ങൾ ഇപ്പൊ തന്നെ തുടങ്ങുക. നിങ്ങൾക്ക് ഒരു ദിവസം 8 മണിക്കൂർ നിങ്ങൾ പഠനത്തിനായി ചിലവഴിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് 40-40 കിട്ടും. ഓക്കെ, അത് ഏർലി മോർണിംഗ് കുറച്ച് സമയവും
കുറച്ച് ലേറ്റ് നൈറ്റ് കുറച്ച് ടൈം കൂടി നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, മാറ്റി വെച്ച് നിങ്ങൾ തന്നെ എന്ത് ചെയ്യേണ്ടി വരും, ഒരു ടൈം ടേബിൾ റെഡി ആക്കേണ്ടതായിട്ട് വരും. കാരണം ഓരോരുത്തരുടെ ടൈമും ഓരോന്നാണ്. അപ്പോൾ 8 മണിക്കൂർ ഉണ്ട്. അതനുസരിച്ച് എത്ര സമയം പഠിക്കണം, എപ്പോൾ പഠിക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ച് ഏത് സബ്ജക്ട് പഠിക്കണം എന്നൊക്കെ ഒരു ചാർട്ട് വരച്ച് നിങ്ങൾ കീപ്പ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 8 മണിക്കൂർ ഇൻറ്റു 6 ദിവസമാകുമ്പോൾ 48 മണിക്കൂറായി. ഓക്കെ, പ്ലസ് ഇന്നത്തെ 7 മണിക്കൂറോടെ ചേർന്നാൽ 55 മണിക്കൂർ നിങ്ങൾക്ക് മുമ്പിൽ പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, ഈ 55 മണിക്കൂർ കൊണ്ട് നിങ്ങൾ കവർ ചെയ്യേണ്ടത് 5 സബ്ജക്ട്സ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 55 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുമ്പോൾ 11 hours ഒരു സബ്ജക്ട് പഠിക്കാൻ കിട്ടുന്നുണ്ട്. മക്കളെന്ന് ശ്രദ്ധിക്കുക, ഇന്ന് ഇപ്പോ പഠിച്ചു തുടങ്ങിയാൽ പോലും 11 മണിക്കൂർ ഒരു സബ്ജക്ട് ക്ലിയർ ചെയ്യാൻ കിട്ടുന്നുണ്ട്. ഒരു സബ്ജക്ട് എന്ന് പറയുമ്പോൾ 2 മൊഡ്യൂൾസ് എന്ന് വെക്കുക, മാക്സിമം ആണ്. അങ്ങനെയാണെങ്കിൽ 11/2 ദാറ്റ് ഈസ് 5.5 hours ഒരു മൊഡ്യൂൾ പഠിക്കാൻ കിട്ടുന്നുണ്ട്. ദിസ് ഈസ് ദ മാക്സിമം. ഓക്കെ അല്ലേ മക്കളെ? ഒരു മൊഡ്യൂൾ പഠിച്ചു തീർക്കാൻ 5.5 മണിക്കൂർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഹാപ്പി അല്ലേ? പഠിച്ചു തീർക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചു തീർക്കാൻ പറ്റും, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഓക്കെ, ഇവിടെ എങ്ങനെ പഠിക്കാം എന്നാണ് ഞാൻ ഇപ്പം പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. പ്രയോറിറ്റൈസ് ചെയ്യുക. ഓക്കെ, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യാം? ആദ്യം ആ ഒരു മൊഡ്യൂൾസിലെ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, അതായത് ഷുവർ ടോപ്പിക്സ് അല്ലെങ്കിൽ ഷുവർ ക്വസ്റ്റ്യൻസ് ഇല്ലേ, ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, അത് പഠിക്കണം. ഓക്കെ, അതിനുശേഷം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് പഠിക്കുക. ആദ്യം വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിനെ ഫിൽട്ടർ ഔട്ട് ചെയ്ത് പ്രയോറിറ്റൈസ് ചെയ്യുക. അതേപോലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഫിൽട്ടർ ചെയ്ത് പ്രയോറിറ്റൈസ് ചെയ്യുക. ഓക്കെ, സോ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആദ്യം പഠിക്കുക, ദെൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് പഠിക്കുക, ദെൻ അതിനുശേഷം ലെസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് പഠിക്കുക. അതായത് നിങ്ങൾക്കറിയാം 5.5 മണിക്കൂർ നിങ്ങൾ ടൈം ഉണ്ട്. ഈ 5.5 മണിക്കൂർ കഴിഞ്ഞു പോയി എന്നിരിക്കട്ടെ, നിങ്ങൾ എന്ത് ചെയ്യരുത്, ലെസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിലേക്ക് പോകണ്ട. വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും പഠിച്ചാൽ മതി. 5.5 മണിക്കൂറിനെ കൊണ്ട് നിങ്ങൾ പഠിച്ച്, ചിലർ ക്വിക്ക് ലേണേഴ്സ് ആയിരിക്കും, ചിലർ സ്ലോ ലേണേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ 5.5 മണിക്കൂർ കൊണ്ട് പഠിക്കാൻ പറ്റിയത് ഇത് രണ്ടുമാണ്. ഏത്? വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലെസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിനെ വിട്ടേക്കുക. ഓക്കെ, അതാണ് ഇവിടെ കമ്പൽസറി. ബ്ലൂ എന്ന് പറയുന്നത് കമ്പൽസറി ആണ്, യെല്ലോ എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി സ്കിപ്ഡ്. ഓക്കെ അല്ലേ മക്കളെ? ആ കാര്യം മനസ്സിലായല്ലോ? റെഡി അല്ലേ? അപ്പൊ ലെസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് സമയമില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പഠിച്ചു കുറച്ച് അത്യാവശ്യം സമയമായിട്ടുണ്ട്, 5.5 മണിക്കൂറിലും കൂടുതലാകുന്നുണ്ടെങ്കിൽ ലെസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിനെ തൽക്കാലത്തേക്ക് അവോയ്ഡ് ചെയ്യുക. ഓക്കെ, ഇതും കൂടെ പഠിച്ചാലേ 40 കിട്ടത്തുള്ളൂ. എന്നാലും റിസ്ക് എടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ പഠിക്കാമെന്ന് നമുക്ക് നോക്കാം. എങ്ങനെ പരീക്ഷ എഴുതാൻ നോക്കാം. അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞ അനുസരിച്ച് എങ്ങനെയാണ് പഠിക്കേണ്ടത്, എത്ര സമയം നമുക്ക് പഠിക്കണം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു കാര്യം അറിയാം, എന്താ, കുറച്ച് ദിവസമേ ഉള്ളൂ, അതുകൊണ്ട് ടെൻഷൻ വേണോ? വേണ്ട, സുഖമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും, വേറെ ഒരു പ്രശ്നമില്ല. 5.5 മണിക്കൂർ ഒരു മൊഡ്യൂൾ പഠിക്കാൻ സമയം കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾ പേടിക്കേ വേണ്ട, ഇപ്പൊ തന്നെ ബുക്ക് എടുത്ത് പഠിച്ചു തുടങ്ങിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാംസിലേക്ക് കിടക്കാം. ഓക്കെ, നിങ്ങൾ നന്നായിട്ട് പഠിച്ചു, എഞ്ചിനീയറിംഗിന് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളാണ്. നിങ്ങൾക്ക് ഇതുവരെ ഒരു എക്സാം എഴുതി ശീലമില്ല അല്ലെ? അപ്പോൾ എക്സാം എഴുതി ശീലിക്കാനായിട്ട് എങ്ങനെ എഞ്ചിനീയറിംഗ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എഞ്ചിനീയറിംഗിലെ മിക്ക ക്വസ്റ്റ്യൻസിലും ഫിഗേഴ്സ് ഉണ്ടാവും. ഓക്കെ, ചിലപ്പോൾ +2 പഠിച്ച നിങ്ങൾ ഫിഗേഴ്സ് ഒന്നും പഠിച്ച് ശീലിക്കാത്തവരായിരിക്കും. ഈ പറയുന്ന ഫിഗേഴ്സ് നീറ്റായിട്ട് വരയ്ക്കുക. ഫിഗർ വരയ്ക്കേണ്ട ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഫിഗർ നീറ്റായിട്ട് വരയ്ക്കുക, നീറ്റായിട്ട് ലേബൽ ചെയ്യുക. ഓക്കെ, പെൻസിൽ കൊണ്ട് മാത്രം വരയ്ക്കുക. ഓക്കെ, ദെൻ അതിനാവശ്യമുള്ള ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കുക. ചിലപ്പോൾ ഒരു സിംഗിൾ വേർഡ് ആയിരിക്കാം, ചിലപ്പോൾ 1-2 സെന്റൻസ് ആയിരിക്കാം. നീറ്റായിട്ടുള്ള ഫിഗർ വരച്ചു കഴിഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കുക. ദെൻ അതേപോലെ തന്നെ ചില ഡെഫിനിഷൻസിനാണെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഹെഡ്ലൈൻസ് കൊടുത്ത ശേഷം പ്രോപ്പർ ഡെഫിനിഷൻ കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? അതായത് ട്രാൻസ്ഫോമറിനെ കുറിച്ച് എഴുതാനാണെങ്കിൽ ട്രാൻസ്ഫോമർ എന്ന ഹെഡിങ് എഴുതിയ ശേഷം ട്രാൻസ്ഫോമറിനെ കുറിച്ച് ഡെഫിനിഷൻ എഴുതുക. ഈ ഡെഫിനിഷൻ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇറ്റ് മസ്റ്റ് ഇൻക്ലൂഡ് ടെക്നിക്കൽ ടേംസ്. ഓക്കെ, ടെക്നിക്കൽ, ഇപ്പൊ കോർ എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ ടേം ആണ്. ഓക്കെ, വൈൻഡിങ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ ടേം ആണ്. ഓക്കെ, അതേപോലെ ടെക്നിക്കൽ ടേംസ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഡെഫിനിഷൻ ഉണ്ടായിരിക്കണം. അല്ലാതെ എന്ത് ചെയ്യരുത്, വെറുതെ ഗ്യാസ് എഴുതി കയറ്റരുത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഹൈലൈറ്റ് ഫൈനൽ റിസൾട്ട്സ് ആൻഡ് ഇമ്പോർട്ടന്റ് ഇക്വേഷൻസ്. ഇപ്പൊ നമ്മൾ ഡെറിവേഷൻ എഴുതുന്ന സമയത്ത്
നമ്മളിപ്പോ ഡെറിവേഷൻ ചെയ്യുന്ന സമയത്ത് അതേപോലെ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഇക്വേഷൻസ് ഉണ്ടാവും. ഈ ഇക്വേഷൻസ് ഒക്കെ ഇമ്പോർട്ടന്റ് ഇക്വേഷൻസ് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക. ഒരു ബോക്സ് ഇട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ടിക്കിട്ടോ അല്ലെങ്കിൽ സ്റ്റാർ ഇട്ടോ എന്ത് ചെയ്യുക, ഹൈലൈറ്റ് ചെയ്യുക. നീറ്റായിട്ട് ചെയ്യണം കേട്ടോ. വെറുതെ ഇങ്ങനെ വെട്ടി കുത്തുമ്പോഴൊക്കെ ഇതേപോലെ ഒന്ന് വെട്ടി കുത്തരുത്. ചെറുതായിട്ടൊരു വര, ജസ്റ്റ് സ്ട്രൈക്ക്. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ അങ്ങനെ ഫൈനൽ റിസൾട്ട്സിനെയും ഇമ്പോർട്ടന്റ് ഇക്വേഷൻസിനെ എന്ത് ചെയ്യുക, ഹൈലൈറ്റ് ചെയ്യുക. ഇത് എന്തിനു വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ടീച്ചറുടെ കണ്ണ് ആൻസറിലേക്ക് എത്തും. ഓക്കെ, പെട്ടെന്ന് ടീച്ചറുടെ കണ്ണ് ഇക്വേഷനിലേക്ക് എത്തും. അപ്പൊ ഇക്വേഷൻ അറിയുന്ന കുട്ടിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ ഒക്കെ തെറ്റിയാലും ടീച്ചർ മൊത്തത്തിൽ 0 ഇടില്ല, അത്യാവശ്യം കുറച്ച് മാർക്ക് അവിടെ തരും. ഓക്കെ, അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ പ്ലീസ് അവോയ്ഡ് ഇറലവന്റ് ടേംസ് ആൻഡ് ഡെഫിനിഷൻസ്. ഞാൻ നേരത്തെ പറഞ്ഞു ഗ്യാസ് എഴുതരുതെന്ന് പറഞ്ഞു. പലർക്കും അങ്ങനെ ഒരു ശീലമുണ്ട്, വെറുതെ ഒരു ബന്ധമില്ലാതെ കഥ എഴുതി വെക്കുന്നത്. അത് ചെയ്യരുത്. ഓക്കെ, അത് ചെയ്തിട്ട് കാര്യമില്ല, വെറുതെ സമയം പോകുന്നു, അതിന്റെ ഒരു റിസൾട്ട് കിട്ടുന്നില്ല. ഓക്കെ, സോ കൃത്യമായിട്ടുള്ള ടെക്നിക്കൽ ടേംസ് ഇൻക്ലൂഡ് ചെയ്ത് എഴുതുക. ഇറലവന്റ് ടേംസോ ഡെഫിനിഷൻസോ യൂസ് ചെയ്യരുത്. അതേപോലെ ഫൈനൽ റിസൾട്ട്സിനെ ഹൈലൈറ്റ് ചെയ്യുക, ഇമ്പോർട്ടന്റ് ഇക്വേഷൻസിനെയും ഹൈലൈറ്റ് ചെയ്യുക. പിന്നെ മക്കളെ ഇമ്പോർട്ടന്റ്, വെരി ഇമ്പോർട്ടന്റ്, ഡോണ്ട് ഫർഗെറ്റ് ടു റൈറ്റ് ദ യൂണിറ്റ്സ് വിത്ത് ഫൈനൽ ആൻസേഴ്സ്. പലരും ആൻസർ എഴുതി വെക്കും 5 കഴിഞ്ഞു. ഈ 5 ന്യൂട്ടൺ ആണോ, കിലോ ന്യൂട്ടൺ ആണോ, കിലോഗ്രാം ആണോ, മീറ്റർ ക്യൂബ് ആണോ, ഒന്നുമില്ല. അപ്പോൾ വെറും 5 ആണെങ്കിൽ അവിടെ ആൻസർ തെറ്റി. അതിനെ എന്തായിട്ട് ഡിഫൈൻ ചെയ്യുന്നു? സോ എപ്പോഴും പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായി എന്ത് ചെയ്തിരിക്കണം, യൂണിറ്റ് എഴുതിയിരിക്കണം. അതേപോലെ തന്നെ പ്രോബ്ലംസ് എഴുതാനായിട്ട് ഒരു സയന്റിഫിക് മെത്തേഡ് ഉണ്ട്. എങ്ങനെ പ്രോബ്ലംസ് എഴുതും? സിമ്പിൾ ആണ് മക്കളെ. ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിക്കുക, അതിലുള്ള ഗിവൺ വാല്യൂവിനെ എടുത്ത് എഴുതുക. ഓക്കെ, ദെൻ കൺവേർട്ട് ചെയ്യാനുള്ളത് എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്യുക. അപ്പൊ ഇത്രയാവുന്ന സമയത്ത് ഇതിനൊക്കെ കണക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഇക്വേഷൻ ഉണ്ടോ എന്ന് ചിന്തിക്കുക. ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മ വരും. ജസ്റ്റ് ആ ഇക്വേഷൻ എഴുതുക, ദെൻ ഈ ഒരു വാല്യൂസ് ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. then you will get the answer and write the answer with correct unit. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇത്രയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ആ ഒരു ഇനി സമയം ഇല്ലല്ലോ എന്നുള്ളൊരു പേടി മാറി കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇപ്പോഴും ഒരു മൊഡ്യൂൾ പഠിക്കാൻ 5.5 മണിക്കൂറുണ്ട്. ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കുക. നമുക്ക് S1 സീരീസ് അടിപൊളിയാക്കാം, ഉഷാറായിട്ട് പഠിക്കാം. അപ്പൊ മക്കളെ, ഓൾ ദി ബെസ്റ്റ്.